നിങ്ങളുടെ ഐഫോണിൽ കണ്ടിന്യൂസ് ആയി പ്രോബ്ലംസ് വരുന്നുണ്ടോ? എന്നാൽ ഇത് ശരിയാക്കാൻ ഏതെങ്കിലും ഒരു കടയിൽ കൊണ്ടുപോയി കൊടുക്കരുത്, ഉറപ്പായും പണി കിട്ടും. നിങ്ങളുടെ ഫോണിലെ പ്രശ്നം എന്തുമായിക്കോട്ടെ, ഡിസ്പ്ലേ ചേഞ്ച്, ബാറ്ററി ചേഞ്ച്, ബോർഡ് സർവീസ്, ബോർഡ് സ്വാപ്പിംഗ്, അൺനോൺ പാർട്ട് മെസ്സേജ്, അങ്ങനെ 99% ഐഫോൺ പ്രോബ്ലംസും ഇവിടെ സോൾവ് ചെയ്ത് തരുന്നുണ്ട്. മാത്രമല്ല 30 ദിവസത്തെ സർവീസ് വാറണ്ടിയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഓൾവേസ് ചൂസ് റോയൽ കൊച്ചിൻ മൊബൈൽസ്. പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്ത മട്ടാഞ്ചേരി ടൗൺ ഹാളിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ നിർവഹിച്ചു. പൊതുജനങ്ങൾക്ക് നേരത്തെ തുറന്നു നൽകിയ മട്ടാഞ്ചേരി ടൗൺ ഹാളിന് വീണ്ടും ഒരു ഔദ്യോഗിക ഉദ്ഘാടനമാണ് നടന്നത്. ഏതാനും വിവാഹ ചടങ്ങുകൾ നടന്ന ശേഷമാണ് നഗരസഭ ഔദ്യോഗിക ഉദ്ഘാടനം നടത്തിയത്. മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നമ്മളെല്ലാം ഏർപ്പാടും ചെയ്ത് തലേദിവസമാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നമ്മളൊരു ടൗൺ ഹാളിന്റെ ഉദ്ഘാടനം, പ്രത്യേകിച്ച് കൊച്ചി രൂപതയും ഒക്കെ അതിൻ്റെ ആസ്ഥാനവും ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് നമ്മളൊരു ഉദ്ഘാടനം നടത്തുന്നത് ശരിയല്ല എന്ന് പല കോണിൽ നിന്നും എല്ലാവരും എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി, കൗൺസിലർമാരെൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അങ്ങനെയാണ് നമ്മൾ അന്ന് ഉദ്ഘാടനം വേണ്ട എന്ന് വച്ചത്. ഈ ഉദ്ഘാടനത്തിന് നമ്മൾ അന്നും ഉദ്ഘാടനം തീരുമാനിച്ചത് നമ്മുടെ കൊച്ചിയുടെ ജനകീയനായ MLA നമ്മുടെ KJ മാക്സിയെ ആണ് ഉദ്ഘാടകനായി തീരുമാനിച്ചത്. പക്ഷെ അന്ന് ഈ പറഞ്ഞതുപോലെ നമ്മൾ മാറ്റിവെച്ചു. ഇപ്പോൾ അദ്ദേഹം നിലമ്പൂരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഉദ്ഘാടനമൊക്കെ നടത്തുന്ന വലിയ ചിട്ടവട്ടങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മൾ വെറുതെ ഇന്ന് ഈ ഹാളിൽ എല്ലാവരും കൂടി ഒന്ന് ഒരുമിച്ച് കുറച്ചു നേരം ഇരിക്കാം എന്ന് മാത്രം വിചാരിച്ചുള്ളൂ. കാരണം അവിടെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കാണാം, ഇത്രയൊക്കെ നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. കാരണം ഔദ്യോഗികമായി ശരിക്കും ഉദ്ഘാടനം ചെയ്യേണ്ട ദിവസം ഈ പറഞ്ഞ ദിവസമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും എന്നാണ് നവീകരണത്തിന് ശേഷം നമ്മൾ ടൗൺ ഹാൾ തുറന്നു കൊടുത്തതെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ദിവസത്തിലാണ് നമ്മൾ തുറന്നു കൊടുത്തത്. ഡെപ്യൂട്ടി മേയർ കെ ആൻസി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി കെ അഷ്റഫ്, CA ഷക്കീർ, CD വത്സലകുമാരി, സീന ഗോകുലൻ, നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഡോക്ടർ ആന്റണി കുരിത്തറ, CPIM കൊച്ചി ഏരിയ സെക്രട്ടറി PS രാജം തുടങ്ങിയവർ സംസാരിച്ചു. ചെറിയ വാഴ സാധാരണക്കാരനായ ആളുകൾക്ക് വളരെ ഗുണപ്പെടുന്ന രീതിയിൽ ചെറിയ വാഴ ചെയ്തുകൊണ്ടതിൻ്റെ ഇത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മുടെ കൊച്ചിയിൽ ഇത് മുഖ്യനാവുന്ന കാലഘട്ടത്തിൽ പഴയ മുനിസിപ്പാലിറ്റിയാണ് നിർമ്മാണ പ്രവർത്തനം 1950 നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ നാമത്തിലാണ് നിർമ്മാണം പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങൾ വ്യത്യസ്തമായി രണ്ടാം ഘട്ടത്തിൻ്റെ ഇതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനമാണ് നടക്കുന്നത്. കഴിഞ്ഞ കാലം വ്യത്യസ്തമായി ഇത്തവണ 1950 ഇരിപ്പിടങ്ങൾ ഏറ്റവും മനോഹരമായി ഒരുക്കാൻ സാധ്യതമാണ്. അതിൻ്റെ പണി ഏതാണ്ട് 95% ഇതിനെ മൊത്തം നിർമ്മാണം പൂർത്തീകരിച്ചു കൊടുക്കും. കാരണം ഒരുപാട് വർക്കുകൾ കോക്കേസ് തിയേറ്റർ നവീകരിക്കുന്നതിനുള്ള പദ്ധതി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും ഈ ഭരണകാലാവധിക്കുള്ളിൽ ഇത് ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും 3ാം റോറോ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും ഫോർട്ട് കൊച്ചി ജെട്ടി 1 കോടി രൂപ മുടക്കി നവീകരിക്കുമെന്നും കൽവത്തി കമ്മ്യൂണിറ്റി ഹാൾ ഉടൻ തുറന്നു നൽകുമെന്നും മട്ടാഞ്ചേരി കമ്മ്യൂണിറ്റി ഹാൾ നവീകരിക്കുമെന്നും മേയർ ഉദ്ഘാടന പ്രസംഗത്തിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.